ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 100% ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രൊഫൈൽ എന്നുള്ളത്. സോ പ്രൊഫൈൽ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിയാലോ. ആൻഡ് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പ്രൊഫൈൽ എന്നുള്ളത്. സോ പ്രൊഫൈൽ വന്നാൽ എന്റെ മക്കളെ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ആൻഡ് അതിന്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ത് ചെയ്യാം മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഓക്കെ, പ്രൊഫൈലിന് ഒരു ഫോമാറ്റ് ഉണ്ട് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ടൈറ്റിൽ എഴുതണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും തരാം. ആദ്യം ഒരു പ്രൊഫൈലിന്റെ ആരെ പ്രൊഫൈൽ എഴുതണം എന്നുള്ളത് നമ്മളോട് പറയും. എന്നിട്ട് 5 മാർക്കിനൊക്കെയാണ് കേട്ടോ നിങ്ങളോട് പ്രൊഫൈൽ ചോദിച്ചിട്ടുള്ളത്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് 5 മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എഴുതി ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് 4 മാർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രൊഫൈൽ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇങ്ങനെയായിരിക്കും മിസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. ആളുടെ പേര് തരും, കുറച്ച് ഡീറ്റെയിൽസ് തരും അല്ലെ. ഇതുപോലെ നമുക്ക് കോളൻ ഇട്ടിട്ട് കുറച്ച് ഡീറ്റെയിൽസ് തരും. ഈ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ സെയിം ഡീറ്റെയിൽസ് തന്നെ ഒന്ന് ലിങ്ക് ചെയ്ത് എഴുതിയാൽ മതി. പക്ഷെ ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് ഈ ഒരു പോയിന്റ്സ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ ടൈറ്റിൽ എഴുതണം. ടൈറ്റിൽ എന്തായിരിക്കും എഴുതേണ്ടത്, നമ്മുടെ ആരുടെ പ്രൊഫൈലാണോ എഴുതുന്നത് ആളുടെ പേരായിരിക്കണം നമ്മൾ ടൈറ്റിൽ ആയിട്ട് എഴുതേണ്ടത്. അതിനുശേഷം ഡേറ്റ്, നമ്മൾ ബോൺ ഓൺ, എവിടെയാണ് ജനിച്ചത് അല്ലെങ്കിൽ ഏത് ഇയറിലാണ് ജനിച്ചത് എന്നൊക്കെ നമ്മൾ പറയണം അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴാണ് ജനിച്ചത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയേണ്ടത്. ഇനി ആ ഒരു ജനിച്ച ഡേറ്റ് ഫുൾ ഡേറ്റ് ആണ്. നമുക്കിപ്പോ ഇങ്ങനെ 18 ഓഗസ്റ്റ് 2023 ഇങ്ങനെ ഡേറ്റ് തരാണെങ്കിൽ നമ്മൾ അതിന് മുന്നേ ഓൺ ചേർക്കണം. ഇനി ഏതെങ്കിലും ഒന്ന് ഇയർ മാത്രമാണ് തരുന്നെങ്കിൽ, ഇപ്പൊ ബോൺ 2023 എന്ന് മാത്രമാണ് തരുന്നെങ്കിൽ അതിന്റെ മുന്നേ നമ്മൾ ഇന്നാണ് ചേർക്കേണ്ടത്. സോ ഇത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ തെറ്റ് വീഴും, ഓരോ മാർക്ക് വീതം കുറയും. ഓക്കെ, അപ്പൊ ഫുൾ ഡേറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൺ കൊടുക്കണം. അതുപോലെ ഇയർ മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണടാ, ഇന്ന് കൊടുക്കണം. ഇനി ബോൺ ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, കൺട്രി എന്ന് വെച്ചാൽ വലിയ പ്ലേസും ചെറിയ പ്ലേസും തന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്ലേസിന് നമ്മൾ ഇന്ന് കൊടുക്കാം, ചെറിയ പ്ലേസിന് നമ്മൾ എന്ത് കൊടുക്കണം, അറ്റ് കൊടുക്കണം. ഇപ്പൊ ബോൺ അറ്റ് കോഴിക്കോട് ഇൻ കേരള എന്ന് നമുക്ക് പറയാം അല്ലെ. കേരളയുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞു സ്ഥലമാണ് കോഴിക്കോട്. ഓക്കെ, അപ്പൊ അറ്റ് കോഴിക്കോട് ഇൻ കേരള എന്ന് പറയാം. ഇനി കോഴിക്കോട് മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബോൺ ഇൻ കോഴിക്കോട് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ വലിയ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, കൺട്രി പോലെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ നിങ്ങൾ ഇന്നെന്ന് കൊടുക്കുക. ആൻഡ് ഇനി കുഞ്ഞു പ്ലേസ് പറയാണ്, ഇപ്പൊ ഹൈലൈറ്റ് മോൾ അല്ലെങ്കിൽ പാലാഴി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബോൺ അറ്റ് പാലാഴി എന്നാണ് കേട്ടോ പറയാം. അല്ലെങ്കിൽ ബോൺ അറ്റ് ബേപ്പൂർ അല്ലെങ്കിൽ ബോൺ അറ്റ് മെഡിക്കൽ കോളേജ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം കേട്ടോ. ക്ലിയർ. ഓക്കെ, അപ്പൊ വലിയ പ്ലേസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, കൺട്രീസ് പോലെയുള്ള പ്ലേസസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് കൊടുക്കാം. ചെറിയ പർട്ടിക്കുലർ പ്ലേസിന് നമുക്ക് എന്ത് കൊടുക്കാം, അറ്റ് കൊടുക്കാം. ആൻഡ് ഇനി 2 പ്ലേസ് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ചെറിയ പ്ലേസിന് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ് കൊടുക്കാം, വലിയ പ്ലേസിന് നിങ്ങൾ ഇന്ന് കൊടുക്കാം. ക്ലിയർ. ഇനി പാരന്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോൺ ടു എന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ബോൺ ടു എന്ന് പറഞ്ഞിട്ട് പാരന്റ്സിന്റെ നെയിം നിങ്ങൾക്ക് എഴുതാം. ആൻഡ് ഇനി അടുത്തത് പറയേണ്ടതാണ് എഡ്യൂക്കേഷൻ അല്ലെ. എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഗ്രാജുവേറ്റ് ചെയ്തതെന്നൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു പ്രൊഫൈലിലെ ഹിൻസിൽ ഉണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റഡ് അറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോൾ വല്ല കോളേജിൽ നിന്നും ഗ്രാജുവേറ്റ് ആയ ഡീറ്റെയിൽസ് ആണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിന്റെ നെയിം ഒക്കെയാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ ഗ്രാജുവേറ്റഡ് ഫ്രം എന്ന് പറഞ്ഞിട്ട് ആ സ്കൂളിന്റെയും കോളേജിന്റെയും പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. ക്ലിയർ, സിമ്പിൾ ആണ്. ആൻഡ് അടുത്തത് അവരുടെ ഫേമസ്, ഇപ്പോൾ ഓതേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഫേമസ് വർക്ക്സ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഫേമസ് ആയിട്ടുള്ള വർക്ക്സോ അതുപോലെ അവരുടെ ഫേമസ് റൈറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബുക്സോ കാര്യങ്ങളൊക്കെ വർക്ക്സ് ഒക്കെ കോട്ട് ചെയ്ത് കൊടുക്കാം. ക്ലിയർ. ഇനി അടുത്തതാണ് അവാർഡ്സ്. അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സ്, ഓണേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ആ ഒരു പ്രൊഫൈലിന്റെ ഹിൻസിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹി വാസ് awarded with അല്ലെങ്കിൽ ഹി റിസീവ്ഡ് ഓണറബിൾ അവാർഡ്സ് സച്ച് ആസ് എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഹിസ് അവാർഡ്സ് ആർ എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ഹിസ് അവാർഡ്സ് ആർ അല്ലെങ്കിൽ ഹിസ് അവാർഡ്സ് വേർ എന്ന് പറയുന്ന ഇത് തെറ്റാണ്. നമ്മൾ അങ്ങനെ പൊതുവെ യൂസ് ചെയ്യാറില്ല. അപ്പൊ എപ്പോഴും എങ്ങനെ യൂസ് ചെയ്യുക, ഹി awarded with അല്ലെങ്കിൽ ഹി വാസ് awarded with, ഹി റിസീവ്ഡ് ഓണറബിൾ അവാർഡ്സ് സച്ച് ആസ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ അവാർഡ്സ് ആണോ അത് നിങ്ങൾ കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ്, ഇനി നമ്മൾ അദ്ദേഹം മരിച്ചു എന്ന് പറയാൻ നമ്മൾ ഡൈഡ് എന്ന് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്തത് തെറ്റൊന്നുമല്ല, പക്ഷെ നമ്മൾ കൂടുതലായിട്ട് നല്ല യൂസേജിൽ നമ്മൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ, പാസ്ഡ് അവേ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഡൈഡ് യൂസ് ചെയ്തു എന്ന് വിചാരിച്ച തെറ്റല്ല, പക്ഷെ നമ്മൾ കുറച്ചും കൂടി റെസ്പെക്ട്ഫുൾ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് പാസ്ഡ് അവേ എന്നാണ്. സോ പാസ്ഡ് അവേ എന്നുള്ളതാണ് നിങ്ങൾ എന്തായാലും പ്രൊഫൈൽ വരുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇതിന് മാർക്ക് ഉണ്ട്, ഇത് ശ്രദ്ധിക്കും കേട്ടോ. ഇനി ഇയർ മാത്രമാണെങ്കിൽ നമുക്കറിയാം ഇന്ന് കൊടുക്കണം, പാസ്ഡ് അവേ ഇൻ എന്നാണ്. ഫുൾ ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പാസ്ഡ് അവേ ഓൺ എന്ന് കൊടുക്കാം.
ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രൊഫൈൽ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രൊഫൈൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് പ്രൊഫൈൽ എല്ലാവരും ഒന്ന് നോക്കിക്കേ. പ്രിപ്പയർ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ആർ.എൽ. സ്റ്റീവൻസൺ യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. മിസ് പറഞ്ഞതുപോലെ 5 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആർ.എൽ. സ്റ്റീവൻസന്റെ പേരും എപ്പോഴാണ് ജനിച്ചത്, എഡ്യൂക്കേഷൻ എവിടുന്നാണ്, ഫേമസ് ആസ് എന്തൊക്കെയാണ്, നോട്ടബിൾ വർക്ക്സ് ഏതൊക്കെയാണ്, എപ്പോഴാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആർ.എൽ. സ്റ്റീവൻസന്റെ പ്രൊഫൈൽ നമുക്ക് നോക്കാം. അപ്പോൾ പ്രൊഫൈൽ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന് നമ്മൾ ഹെഡിങ് കൊടുത്തു. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ born on November 13, 1850 in Edinburgh, Scotland, was a renowned novelist, poet, essayist and travel writer. So നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ ഹിൻസിൽ തന്നിട്ടുള്ളത് തന്നെ നമ്മൾ ലിങ്ക് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ആൻഡ് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ബോൺ ഓൺ എന്തൊക്കെയാണ് അവിടെ പ്രിപ്പോസിഷൻസ് കൊടുത്തത് എന്നുള്ളതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത് കേട്ടോ. ബാക്കിയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ബോൺ ഓൺ എന്ന് കൊടുത്തു, കാരണം ഫുൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻ എഡിൻബർഗ് സ്കോട്ട്ലാൻഡ് അല്ലെ, ഇവിടെ കോമട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ എഡിൻബർഗ് സ്കോട്ട്ലാൻഡ് എന്ന് പറയാം. വാസ് എ റിനോൺഡ് നോവലിസ്റ്റ്, പോയറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. He studied at University of Edinburgh നമ്മൾ കൊടുത്തു. And gained fame for his exceptional storytelling and vivid imagination. And Stevenson authored several notable works. Okay, ഇതൊക്കെ വല്ല അടിപൊളി വേർഡ്സ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് രസമായിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്ററിന്റെ പേര് കൊടുക്കുക. ആൻഡ് ഓതേർഡ് സെവറൽ നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു വർക്ക്സ് കോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ്, ഈ ഒരു എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലിങ്കിങ് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഇൻക്ലൂഡിങ് ട്രഷർ ഐലാൻഡ്, Kidnapped, and The Strange Case of Dr. Jekyll and Mr. Hyde, and which remain classics of English literature. And his diverse writing showcase his mastery in both adventure and psychological fiction. നിങ്ങൾക്ക് ഇവരെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, അപ്പോൾ നമ്മൾ പഠിച്ച ഓതേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിയെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നോ വറീസ്. ഓക്കെ, ആൻഡ് ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നല്ലത് എന്ത് തന്നെയാണ്, അതിലുള്ള ഹിൻസ് യോജിപ്പിച്ച് എഴുതുന്നതാണ്. എന്നാൽ തെറ്റാൻ ചാൻസസ് വളരെ കുറവാണ്. ഇനി നിങ്ങൾക്ക് അറിയാം ആ ഒരു റൈറ്ററെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിനെ പറ്റിയിട്ടോ കൂടുതൽ കാര്യങ്ങൾ അറിയെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ആൻഡ് സ്റ്റീവൻസൺ പാസ്ഡ് അവേ ഓൺ. ഓക്കെ, നോക്കി, പാസ്ഡ് അവേ ഓൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. December 3, 1894, ലീവിംഗ് ബിഹൈൻഡ് എ ലെഗസി ഓഫ് ലിറ്റററി ബ്രില്യൻസ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് എല്ല വിൽകോക്സിന്റെ ഒരു പ്രൊഫൈൽ. സോ അതിന്റെ ആൻസർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേഗം തന്നെ വേണമെങ്കിൽ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. റെഡി? ഇപ്പോൾ പ്രൊഫൈൽ ഓഫ് എല്ലാ വിൽകോക്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമല സുരയ്യന്റെ പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. കമല സുരയ്യനെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആളാണ് അല്ലേ. സോ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ കൂടിയാണ് കമല സുരയ്യന്റെ. സോ കമല സുരയ്യന്റെ പ്രൊഫൈൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സോ അതിന്റെ ആൻസറും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ക്ലിയർ? സോ ഇത്രയും പ്രൊഫൈൽസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് അധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രൊഫൈൽ. സോ ഈ ഒരു 3 പ്രൊഫൈലും എന്തായാലും എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. ആൻഡ് ഇത് എന്തായാലും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് നമുക്ക് അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് സെറ്റ് ആക്കാം. ആൻഡ് പ്രൊഫൈൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.